വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ICA ഫ്ലാഗുമായി ബന്ധപ്പെട്ടൊരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ICAയുടെ ഫ്ലാഗുമായിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കുറച്ചും കൂടി പോയിന്റുകളുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെയിൻബോ ഫ്ലാഗുമായി ബന്ധപ്പെട്ടിട്ട് പലപ്പോഴും പല സംശയങ്ങളും ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും തെറ്റിപ്പോകണു എന്നാണ് മിക്ക ഉദ്യോഗാർത്ഥികളും പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ഉറച്ച് പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ICAയുടെ ഫ്ലാഗ് 3 രീതിയിലുള്ള ഫ്ലാഗുകൾ, 3 രീതിയിൽ, അതായത് 3 തരത്തിലുള്ള ഫ്ലാഗുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ICA ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പറഞ്ഞിട്ടുള്ളത് കോപ്പറേറ്റീവ്സ് ആർ പീപ്പിൾ സെൻറ്റേർഡ് എൻ്റർപ്രൈസസ് ഓൺഡ് കൺട്രോൾഡ് ആൻഡ് റൺ ബൈ ആൻഡ് ഫോർ ദെയർ മെമ്പേഴ്സ് ടു റിയലൈസ് ദെയർ എക്കണോമിക് സോഷ്യൽ, അതുപോലെ തന്നെ കോമൺ എക്കണോമിക് സോഷ്യൽ ആൻഡ് കൾച്ചറൽ നീഡ്സ് ആൻഡ് ആസ്പിറേഷൻസ്. ഇത് അവരുടെ ഒരു കൊട്ടേഷനാണ് കേട്ടോ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ കോപ്പറേറ്റീവ്സിനെ സംബന്ധിക്കുന്ന ഒരു കൊട്ടേഷനാണ്. സോ ഇനി നമുക്ക് റെയിൻബോ ഫ്ലാഗിലേക്ക് കടക്കാം. അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങുള്ള ഭാഗങ്ങളൊക്കെ, അതായത് എന്നാണ് അതിൻ്റെ തുടക്കമെല്ലാം നമ്മൾ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ പ്രസൻ്റ്ലി ഉള്ള ഫ്ലാഗിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ദ റെയിൻബോ ഫ്ലാഗ് വാസ് അഡോപ്റ്റഡ് ആസ് ദ ഒഫീഷ്യൽ കോപ്പറേറ്റീവ് സിംബൽ ബൈ ലീഡേഴ്സ് ഇൻ ദ ICA. ആദ്യം, അതായത് 1925 ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പഴയ ഫ്ലാഗ് കേട്ടോ. റെയിൻബോ ഫ്ലാഗ് എന്നറിയപ്പെടുന്നത് തന്നെ 7 വർണ്ണങ്ങളുള്ള നമ്മുടെ സഹകരണ സംഘങ്ങളിൽ ഇപ്പോഴും നമ്മൾ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉയർത്തുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ശ്രദ്ധിച്ചാൽ നമുക്ക് വർഷവും കാണാവുന്നതാണ് കേട്ടോ. അതുതന്നെയാണ് NCUA പുതിയത് അംഗീകരിച്ചിട്ടില്ലാത്തത് കാരണം നമ്മളിപ്പോഴും ഉയർത്തുന്നത് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ആ റെയിൻബോ ഫ്ലാഗാണ് 1925 അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, പഴയ ഫ്ലാഗ് കേട്ടോ. അതിന് വേറെ തീമായിരുന്നു, ഇപ്പോൾ പുതിയ തീമാണുള്ളത് കേട്ടോ. ന്യൂ ഫ്ലാഗ് കൺസിസ്റ്റ് ഓഫ്, ഇപ്പോൾ അതായത് പുതിയ ഫ്ലാഗ് കൺസിസ്റ്റ് ചെയ്യുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സെൻറ്റർ പീജിയൻസ് പറന്നു പോകുന്നതാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ നമ്മുടെ ചിത്രത്തിൽ കാണുന്നതാണ്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ICA എന്ന് ഒരു കളറിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ മഴവിൽ നിന്നും 10 പ്രാവുകളാണ് പറന്നു പോകുന്നത്. അപ്പോൾ ഈ 10 പ്രാവുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട് കേട്ടോ, 2001. അതുപോലെ തന്നെ അത് ഏത് ജനറൽ അസംബ്ലിയിൽ നിന്നും കൂടി ഓർത്ത് വെച്ചോളൂ. സിയോൾ എന്നാണ് കേട്ടോ. സോൾ അല്ലെങ്കിൽ സിയോൾ എന്നൊക്കെ എഴുതി കാണാറുണ്ട്. അവിടെയാണ് ആ സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു 10 ഡോവ്സ് ഇൻട്രൊഡ്യൂസ്ഡ്. 2001 കാലഘട്ടം കേട്ടോ. ICAയുടെ ന്യൂ റെയിൻബോ ഫ്ലാഗുമായി ബന്ധപ്പെട്ടിട്ടുള്ള 10 പ്രാവുകൾ പറന്നു പോകുന്ന വെളുത്ത ബാക്ക്ഗ്രൗണ്ടിലാണ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ സെൻട്രൽ പീജിയൻസ് പറന്നു പോകുന്നതാണ് കാണുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതാണ് മഴവില്ലിൽ നിന്നും 10 പ്രാവുകൾ പറന്നു പോകുന്ന രീതിയിലുള്ളതാണ് പുതിയ ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദ റെയിൻബോ ഹാസ് ഓൺലി 6 കളേഴ്സാണ് റെയിൻബോയ്ക്കുള്ളത്. പിന്നെ 7th പർപ്പിൾ കളർ അപ്പിയേഴ്സ് ഇൻ ലെറ്ററിങ് അണ്ടർ ദ റെയിൻബോ. റെയിൻബോയുടെ അടിയിലായിട്ട് ICA എന്ന് എഴുതിയിട്ടുള്ളത് വേറൊരു വർണ്ണത്തിൽ, അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ആ നിറം ഏതാണെന്ന് പർപ്പിൾ കളർ എന്നാണ് അത് പറയുന്നത് കേട്ടോ. അതായത് റെയിൻബോയ്ക്ക് 6 നിറമേ കൊടുത്തിട്ടുള്ളൂ. 7ാമത്തെ വർണ്ണം വരുന്നത് ഈ ICA എന്ന് പറഞ്ഞ് എഴുതിയ താഴെ ആണ്. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വെളുത്ത ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് ആലോചിക്കുക. 6 വർണ്ണത്തിലുള്ള റെയിൻബോയിൽ നിന്നാണ് ഈ 10 പ്രാവുകൾ പറന്നു പോകുന്നതെന്ന് ആലോചിക്കുക. പിന്നെ താഴെയുള്ളത് ICA എന്ന് എഴുതിയിട്ടുള്ള പർപ്പിൾ കളറാണെന്ന് ആലോചിക്കണം. ഇത്രയും ആലോചിക്കണം ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, 1925 ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ പഴയ ഫ്ലാഗാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലാഗിൻ്റെ കളറാണ് ഇപ്പോൾ എന്തായാലും പ്രസൻ്റ്ലി നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫ്ലാഗിൻ്റെ കളറാണ് നമ്മൾ പഠിക്കേണ്ടതും പറയേണ്ടതും അല്ലേ, വരേണ്ടതും. ഇനി ഇന്ത്യ അംഗീകരിക്കാത്ത കാരണം നമ്മുടെ പഴയതാണോ CSEB എടുക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്ലാഗ് എന്നും പറഞ്ഞിട്ട് അറിയപ്പെടുന്ന 3 കളറുകളുണ്ട്. റെഡ്, ബ്ലൂ, യെല്ലോ എന്നാണ് കേട്ടോ. റെഡ്, ബ്ലൂ. റെഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി, അത് ഇതിൻ്റെ ഉള്ളിലുള്ളതല്ല കേട്ടോ. അത് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോട്ടിലാണ് വരുന്നത്. അത് പറയുന്നത് റെഡ് ഹ്യൂമാനിറ്റി, ബ്ലൂ ഡെമോക്രസി, യെല്ലോ ഇക്വിറ്റി. അത് വേറെ, നിങ്ങളിതിൽ കമ്പൈൻ ചെയ്യരുത്, അത് വേറെ ആയിട്ട് തന്നെ പഠിക്കണം കേട്ടോ. മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്ലാഗ്, ഫ്ലാഗിൻ്റെ മീനിങ്ങും ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസും. റെഡ് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി, ബ്ലൂ എന്ന് പറഞ്ഞാൽ ഡെമോക്രസി, യെല്ലോ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി. ഓക്കെ, പിന്നെ ഫ്ലാഗുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട എത്ര വർഷങ്ങൾ പഠിക്കണം? 4 വർഷങ്ങൾ പഠിക്കണം. 4 പോരാ. 1921 ഡിസൈൻ ചെയ്തു, 1923 ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതായത് യൂസ് ചെയ്തു, ഹോയിസ്റ്റ് ചെയ്ത്. പിന്നെ 1924 അഡോപ്റ്റ് ചെയ്ത്, ശരിക്കും 25 അഡോപ്റ്റ് ചെയ്യുന്നത് കേട്ടോ.
ഓക്കെ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു 1923 ഘെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1921 ഡിസൈൻ ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതെന്ന് 1923 പിന്നെ 24 പഠിക്കണം. ഹോയിസ്റ്റ് ചെയ്തു, അഡോപ്റ്റ് ചെയ്ത് 1925. പഴയ ഫ്ലാഗിൻ്റെ കാര്യമാണ് പറയണത് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് അത്രയും എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ 4 വർഷം പഠിച്ചിരിക്കണം. ഓക്കെ. പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോൾ നമുക്ക് കളറുകൾ നോക്കാം കേട്ടോ. അപ്പോൾ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ റെഡ് ഹ്യൂമാനിറ്റി, ബ്ലൂ ഡെമോക്രസി, യെല്ലോ ഇക്വിറ്റി. ഇത് 4 ഈ 3 കളേഴ്സും ഒന്ന് അറിഞ്ഞു വയ്ക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ ഫ്ലാഗ് ഡിനോട്ട്സ് എന്ന് പറഞ്ഞ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ. ഇനി നമുക്ക് ഇതിലെ കളേഴ്സ് പഠിക്കാം. പുതിയ കളേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റെയിൻബോ ഫ്ലാഗ്, 10 പ്രാവ് പറന്നു പോകുന്ന ഫ്ലാഗില്ലേ, അതിലത്തെ കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഇതോടുകൂടി നിങ്ങൾ കളേഴ്സ് പഠിക്കണം, പഠിച്ചിട്ട് തന്നെ പോകണം. റെഡ് കറേജാണ്, കറേജ് ടു സ്റ്റാൻഡ് ടുഗദർ. ഓക്കെ. അപ്പോൾ കറേജ്, അതായത് ബ്ലഡ് റെഡ് കളറാണല്ലോ അല്ലേ. ബ്ലഡ് കാണുമ്പോൾ നമുക്ക് ധൈര്യം വേണോ അല്ലേ. ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ബ്ലഡ് വരുമ്പോഴും ധൈര്യം വേണം, ഇനി ബ്ലഡ് കാണാനും ധൈര്യം വേണം. അപ്പോൾ ബ്ലഡും റെഡും തമ്മിലൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. റെഡ് കളറിലാണല്ലോ ബ്ലഡ്. സോ അപ്പോൾ കറേജ് വേണം. അതുപോലെ തന്നെ സ്റ്റാൻഡ് ടുഗദർ, ഒരുമിച്ച് നിൽക്കും വേണം അല്ലേ. ആ സമയത്ത് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ റെഡ് കറേജ് ടു സ്റ്റാൻഡ് ടുഗദർ എന്ന് തന്നെ പഠിക്കുക. ഓറഞ്ച് ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചറാണ്. ഓറഞ്ച് എന്താണ്, ഭാവിയിലേക്കുള്ള പ്രതീക്ഷ. അപ്പോൾ ഒരു ഓറഞ്ച് നമ്മൾ കാണുകയാണെങ്കിൽ എന്താ പ്രതീക്ഷ, അതെനിക്ക് തരും എന്നുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ അതെനിക്ക് തരുമോ എന്നുള്ള പ്രതീക്ഷ, ഭാവിയിലേക്കുള്ള പ്രതീക്ഷ. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓറഞ്ച് കണ്ടു എന്ന് വിചാരിക്കുക, കളർ വേണ്ട, ഓറഞ്ച് സാധനം. ഓറഞ്ച് കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, ഹോപ്പ് ഫോർ ദ ഫ്യൂച്ചർ, അതെനിക്ക് കിട്ടുമോ എന്നുള്ള ഹോപ്പ്, പ്രതീക്ഷ, അതെനിക്ക് തരും എന്നുള്ള പ്രതീക്ഷ, അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ആ ഓറഞ്ച് നമുക്ക് ഹോപ്പുമായി കണക്ട് ചെയ്ത് വെക്കാം. യെല്ലോ എന്താണ്, വാംത്ത്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കൺസേൺ ഫോർ അതേഴ്സാണ്. അതെങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? യെല്ലോ എന്ന് വെച്ചാൽ മഞ്ഞ, ഒന്നെങ്കിൽ വിഷു അല്ലെ കണിക്കൊന്ന, അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം. വിഷു ആഘോഷമാണ്, മഞ്ഞയാണ്, കണിക്കൊന്നയാണ്. വാംത്ത് ഉണ്ട്, അവിടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, കൺസേൺ ഫോർ അതേഴ്സ് ഉണ്ട് എന്ന് ആലോചിക്കാം. അല്ലെങ്കിൽ അതിലും നല്ലത് ഇപ്പോൾ കല്യാണങ്ങളിലൊക്കെ ഒരു തലേന്നത്തെ പരിപാടി ഉണ്ടല്ലോ, എന്തെന്ന് അതിൻ്റെ പേര്, മൈലാഞ്ചി ഇടൽ ചടങ്ങോ, മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരും പോകുന്നതാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേരറിയെങ്കിൽ നിങ്ങൾ ആ പേര് അതുമായി കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. എനിക്ക് ആ പേര് പെട്ടെന്ന് കിട്ടണില്ല. അപ്പോൾ ആ മഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നത് വാംത്തിന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുക, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കുക. അത് കൺസേൺ ഫോർ അതേഴ്സിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മളെപ്പോഴും നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ കാര്യമാണ് അല്ലേ. യെല്ലോ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേ കളർ തീമിൽ അന്നത്തെ ആ ഒരു നല്ല ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ നല്ല ഒരു ഡേ നമ്മൾ ഒരു ഇവൻ്റാക്കി മാറ്റാൻ അല്ലെങ്കിൽ അത്രയും നന്നാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ അതന്നെ യെല്ലോ ഡ്രസ്സ് ഇട്ട് പോകുന്നത് എന്താണ്, വാംത്താണ്, ഫ്രണ്ട്ഷിപ്പാണ്, അതുപോലെ കൺസേൺ ഫോർ അതേഴ്സ് ആണെന്ന് ആലോചിക്കുക. അപ്പോൾ യെല്ലോ കിട്ടി. ഗ്രീന് പിന്നെ ഗ്രോത്ത് തന്നെയാണ് അല്ലേ. ഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ പച്ചപ്പാണ്, അത് തന്നെ വളർച്ചയാണ്. അപ്പോൾ ഗ്രോത്ത് ഇൻ കോപ്പറേറ്റീവ്സ് ഇൻഡിവിജ്വലി, സ്വന്തമായിട്ടുള്ള വളർച്ച, അതുപോലെ തന്നെ സഹകരണത്തിനുള്ള വളർച്ച, അവർ സെൽസ് ആൻഡ് അതേഴ്സ്, നമുക്കും മറ്റുള്ളവർക്കും കേട്ടോ. അപ്പോൾ ഗ്രീൻ ഗ്രോത്ത് ആണെന്ന് നമുക്കറിയാം അല്ലേ. പച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തുണ്ട്, ഗ്രോത്ത് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ സ്കൈ ബ്ലൂ എന്ന് വെച്ചാൽ എന്താണ്, ആകാശനീലയാണ്. എന്താ ആകാശനീല? ആകാശത്തിൻ്റെ പ്രത്യേകത എന്താണ്? അൺലിമിറ്റഡ് ഹൊറിസോൺസ് ആൻഡ് പോസിബിലിറ്റീസ് ആണല്ലേ. അനന്തമായ വിശാലത, അത്രയും അവസരങ്ങൾ, ശരിയല്ലേ. അത്രയും വിശാലമായി കിടക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ടോ? ആകാശമാണ് അല്ലേ. അപ്പോൾ അതാണ് സ്കൈ ബ്ലൂ. ആകാശത്തോളം അവസരങ്ങളുണ്ട്, ആകാശത്തോളം അനന്തതയോളം, അത്രയും അൺലിമിറ്റഡ് ആണ് അല്ലേ. ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ഹൊറിസോൺസ് ആൻഡ് പോസിബിലിറ്റീസ്, അത് ആകാശമായി കണക്ട് ചെയ്യുക സ്കൈ ബ്ലൂ കേട്ടോ. ഡാർക്ക് ബ്ലൂ ഹാർഡ് വർക്കാണ്, ഹാർഡ് വർക്ക് ആൻഡ് പ്രിസർവൻസ്. അത് ഹാർഡ് വർക്കുമായി ബന്ധപ്പെട്ട് ഡാർക്ക് ബ്ലൂ വേണമെങ്കിൽ നിങ്ങൾ വല്ല യൂണിഫോമായി കണക്ട് ചെയ്യാം. ഓക്കെ. ഡാർക്ക് ബ്ലൂ ഹാർഡ് വർക്ക് ആൻഡ് പ്രിസർവറൻസ് ആണ്. വയലറ്റ് റെസ്പെക്റ്റ് ചെയ്യുക. വയലറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക. റെസ്പെക്റ്റ് ഫോർ അതേഴ്സാണ് വയലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഓരോ കളറ് പറയാം കേട്ടോ, ഓരോ കളറ് വിചാരിക്കുക. ഗ്രീൻ എന്തായിരുന്നു? ഗ്രീന് ഗ്രോത്തുമായി കണക്ട് ചെയ്യുക. സ്കൈ ബ്ലൂ എന്തായിരുന്നു? വിശാലമായ ഹൊറിസോൺസ് ഇല്ലാത്ത അല്ലെങ്കിൽ അതിരുകളില്ലാത്ത
അൺലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസാണ്, അനന്ത സാധ്യതകളാണ്. അതാണ് സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡാർക്ക് ബ്ലൂ എന്താണ്? ഹാർഡ് വർക്കാണ് ഡാർക്ക് ബ്ലൂ, ഹാർഡ് വർക്ക് ആൻഡ് പ്രിസർവറൻസ് ആണ്. വയലറ്റിനെ എന്ത് ചെയ്യണം? വയലറ്റിനെ നമ്മൾ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ഫോർ അതേഴ്സ്. വയലറ്റിനെ നമ്മൾ ബഹുമാനിക്കണം. റെഡ് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നേണ്ടത്? കറേജ് വേണം, ധൈര്യം വേണം, ഒരുമിച്ച് നിൽക്കണം, സ്റ്റാൻഡ് ടുഗദർ ആണ്. ഓറഞ്ച് എന്താ? ഫ്യൂച്ചറിന് വേണ്ടി, ഇതെനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള പ്രതീക്ഷയാണ്. യെല്ലോ എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയാണ്, കൂടിച്ചേരലാണ്, ഫ്രണ്ട്ഷിപ്പാണ്, കൺസേൺ ഫോർ അതേഴ്സാണ്. ഗ്രീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോത്താണ്. സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ഹൊറിസോൺസ് ആൻഡ് പോസിബിലിറ്റീസ് ആണ്. പിന്നെ ഡാർക്ക് ബ്ലൂ എന്താ? ഹാർഡ് വർക്ക് ആൻഡ് പ്രിസർവറൻസ് ആണ്. വയലറ്റ് എന്താ? റെസ്പെക്റ്റ് ഫോർ അതേഴ്സാണ്. അപ്പോൾ ഈ ഒരു തീം വെച്ച് പഠിച്ചു വെക്കുക കേട്ടോ. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായ മഴവില്ലിൽ നിന്ന് ഉയർന്നു വരുന്ന സമാധാനത്തിൻ്റെ പ്രാവുകളെയാണ് നമ്മുടെ ICA ലോഗോ ചിത്രീകരിക്കുന്നത്. ICAയുടെ വൈവിധ്യമാർന്ന അംഗത്വത്തിൻ്റെ ഐക്യത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക കേട്ടോ. 2001 പുതിയ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ശരിക്കും പറഞ്ഞാൽ 3 ഫ്ലാഗ്, അത് നമ്മുടെ തുടക്കത്തിലെ 25 ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്ത ഫ്ലാഗ്, പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഒരു 2001 ഫ്ലാഗ്. അപ്പോൾ ഈ ഫ്ലാഗാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. പിന്നെ കൂടാതെ നമ്മുടെ കോപ്പറേറ്റീവ് മാർക്ക്, ഗ്ലോബൽ കോപ്പറേറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞ 2013 കൂപ്പ് എന്ന് എഴുതിയ, അതായത് ഈ ഒരു വയലറ്റ് പോലത്തെ, നേരത്തെ നമ്മളിവിടെ കണ്ടില്ലേ, വയലറ്റ് എന്നല്ല അവർ തന്നെ പറയുന്നത്, അവരതിനെ പറയുന്നത് എന്തായിരുന്നു? പർപ്പിൾ കളർ എന്നാണ് കേട്ടോ. അപ്പോൾ പർപ്പിൾ കളറിൽ കൂപ്പ് എന്ന് എഴുതിയതാണ് പിന്നെ ഉള്ള ഒരു ലോഗോ എന്ന് പറഞ്ഞത്. അത് ലോഗോ എന്നാണ് പറഞ്ഞത്, ഫ്ലാഗ് എന്നല്ല പറയണത് കേട്ടോ. അത് ഗ്ലോബൽ കോപ്പറേറ്റീവ് മാർക്ക് എന്നാണ് അറിയപ്പെടുക കേട്ടോ. 2013 ഈ ഗ്ലോബൽ കോപ്പറേറ്റീവ് മാർക്ക് ലോഞ്ച് ചെയ്തത്. കൂപ്പ് എന്നെഴുതിയ ഒരു, ഇപ്പോൾ പറഞ്ഞ പർപ്പിൾ കളറിൽ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ കൂപ്പ് എന്ന് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ 2013 എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സോ ഗ്ലോബൽ കോപ്പറേറ്റീവ് മാർക്ക്, അതുപോലെ തന്നെ കൂപ്പിൻ്റെ വർഷമാണ് 2013. പിന്നെ ഇനിയിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ 2025 ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ഇതിന്ന് കളർ ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. IYC 2025 ലോഗോയിൽ ഒരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. ഗ്ലോബൽ കോപ്പറേറ്റീവ് കോൺഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇതിൽ 3 കളറുണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ 3 കീ കളേഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. റെഡ്, ബ്ലൂ, ഗ്രീൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. റെഡ്, ബ്ലൂ, ഗ്രീൻ. ഈ റെഡ്, ബ്ലൂ, ഗ്രീനിലാണല്ലോ ഇത് ഡിസൈൻ ചെയ്ത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് 3 കളേഴ്സ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് റെഡ്, ബ്ലൂ, ഗ്രീൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് ഈ കാരണം എന്താ വെച്ചാൽ ഈ 3നും 3 തീം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വേറെയും കളേഴ്സ് ഉണ്ട്, നമ്മുടെ പർപ്പിൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് വിഷ്വൽ ഐഡൻറ്റിറ്റി, ഈ ഒരു SDG വിഷ്വൽ ഐഡൻറ്റിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ് കേട്ടോ. റെഡ് ഫോർ സോഷ്യൽ, ബ്ലൂ ഫോർ എക്കണോമിക് ആൻഡ് ഗ്രീൻ ഫോർ എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ബ്ലൂ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്കണോമിക് ആണ്, എക്കണോമിക് കണ്ടീഷൻസ്. അപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ സോഷ്യലാണ്, ബ്ലൂ എന്ന് പറഞ്ഞാൽ എക്കണോമിക് ആണ്, ഗ്രീൻ എന്ന് പറഞ്ഞാൽ എൻവിയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി ആണ്. സോ ആ ഒരു കളറും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ചിലപ്പോൾ ചോദിക്കാം, ചിലപ്പോൾ ചോദിച്ചില്ല എന്നും വരാം. എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്, ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റെയിൻബോയുമായി ബന്ധപ്പെട്ടിട്ട് നല്ല, അതായത് കുറച്ചും കൂടി ഫാക്റ്റുകളുള്ള ഡേയും ICAയുടെയും ഒക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. കണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്